Friends, welcome to another class from English with SC. ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനമായ ചില കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നാം സാധാരണ ഉപയോഗിക്കുന്ന എപ്പോഴെങ്കിലും എന്ന ഒരു മലയാളം വേർഡ്, അതായത് നാം സാധാരണ പറയാറുണ്ട് എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ, എപ്പോഴെങ്കിലും എന്ന ഒരു പ്രയോഗം, അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ടു അമേരിക്ക? നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു അമേരിക്ക? നിങ്ങൾ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടോ? നോ, ഐ ഹാവ് നോട്ട് ബീൻ അമേരിക്ക. ഓക്കെ, നോ, ഐ ഹാവ് നോട്ട് ബീൻ ടു അമേരിക്ക. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ടു ഇംഗ്ലണ്ട്? നോ, ഐ ഹാവ് നോട്ട് ബീൻ ടു ഇംഗ്ലണ്ട്. ഓർ യെസ്, ഐ ഹാവ് ബീൻ ടു ഇംഗ്ലണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ്, ഹാസ് ഷീ എവർ ബീൻ ടു കൊൽക്കത്ത? അവൾ എപ്പോഴെങ്കിലും കൊൽക്കട്ടയ്ക്ക് പോയിട്ടുണ്ടോ? യെസ്, ഷീ ഹാസ് ബീൻ ടു കൊൽക്കത്ത. ഓർ നോ, ഷീ ഹാസ് നോട്ട് ബീൻ ടു കൊൽക്കത്ത. അപ്പോൾ അവൾ കൽക്കട്ടയിൽ പോയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും എന്നതിന് നമുക്ക് ഹാവ് യു ബീൻ ഓർ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന പ്രയോഗം യൂസ് ചെയ്യാം. അപ്പം ഹാവ് ദേ എവർ ബീൻ ടു ജർമ്മനി? അവർ എപ്പോഴെങ്കിലും ജർമ്മനിക്ക് പോയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അവർ ഉണ്ട് എന്നാണെങ്കിൽ യെസ്, ദേ ഹാവ് ബീൻ ടു ജർമ്മനി. ഇല്ല, അവർ ഒരിക്കലും പോയിട്ടില്ലെന്നെങ്കിൽ നോ, ദേ ഹാവ് നെവർ ബീൻ ടു ജർമ്മനി. ഓക്കെ, ഇനി ഹാസ് യുവർ ബ്രദർ എവർ ബീൻ ടു തായ്ലൻഡ്? നിൻ്റെ സഹോദരൻ എപ്പോഴെങ്കിലും തായ്ലൻഡിൽ പോയിട്ടുണ്ടോ? നോ, ഹി ഹാസ് നെവർ ബീൻ ടു തായ്ലൻഡ്. ഇതുവരെയും എൻ്റെ സഹോദരൻ തായ്ലൻഡിൽ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഹാസ് എവർ ബീൻ ഓർ ഹാവ് എവർ ബീൻ ഒക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴെങ്കിലും, ഹാസ് ബീൻ, ഹാവ് ബീൻ, എപ്പോഴെങ്കിലും എന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന, പെട്ടെന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രയോഗം. അത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറയുന്ന ചില സമയത്ത് നമുക്ക് എനിക്ക് സുഖമില്ല, എനിക്ക് തലവേദനയാണെന്നൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ ആരോഗ്യത്തെ പറ്റി. അപ്പോൾ നമുക്ക് ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഹൗ ഈസ് യുവർ ഹെൽത്ത്? നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഐ ഹാവ് ഗോട്ട് എ ബാക്ക് ഏക്ക്. എനിക്കൊരു പുറം വേദനയുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ബാക്ക് ഏക്ക്. എനിക്ക് തലവേദനയാണെന്നാണെങ്കിലോ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. ഓക്കെ, അതേപോലെ നമുക്ക് ഹൗ ഈസ് യുവർ ഹെൽത്ത് എന്നതിന് നമുക്ക് ഒരാളോട് ചോദിക്കുകയാണ്, ഹൗ ഈസ് റാണീസ് ഹെൽത്ത്? റാണിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് റാണിക്ക്? അപ്പോൾ ഷി ഹാസ് ഗോട്ട് എ ഹെഡ് ഏക്ക്. ഓക്കെ, ഷി ഹാസ് ഗോട്ട് എ ഹെഡ് ഏക്ക്. അതുപോലെ നിനക്ക് എങ്ങനെയുണ്ട്? ഹൗ ആർ യു? നിനക്ക് എങ്ങനെയുണ്ട്? ഐ ഹാവ് ഗോട്ട് എ ടൂത്ത് ഏക്ക്. എനിക്ക് പല്ലുവേദനയുണ്ട്. ഓക്കെ, എന്നാൽ എന്തൊക്കെയുണ്ട് വിശേഷം, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലോ വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ എനിക്കൊരു ക്ഷീണമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. ഐ ആം ടയേർഡ് ഓർ ഐ ഫീൽ ടയേർഡ്. എന്നാൽ എനിക്ക് സന്തോഷത്തിലാണ്. ഐ ആം ഹാപ്പി, ഐ ആം ടയേർഡ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കിഡ്സ് ആൻഡ് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ഫോർ 30 days, ഇത് രണ്ടിൻ്റെയും പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് പറയും? ഐ ഫീൽ കോൾഡ്. ഐ ഫീൽ cold, cold.
ഹൗ ഡു യു ഫീൽ, നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഐ ഫീൽ കോൾഡ്. എന്നാൽ തലവേദനയാണെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. എന്നാൽ വേദനയാണെങ്കിൽ ഐ ഹാവ് ഗോട്ട് ഇയർ ഏക്ക്, ഇയർ ഏക്ക്. പുറം വേദനയാണെങ്കിൽ ബാക്ക് ഏക്ക്. പല്ലുവേദനയാണെങ്കിൽ ടൂത്ത് ഏക്ക്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആരോഗ്യത്തിനെ പറ്റി പറയാൻ അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നാം സാധാരണ ഉപയോഗിക്കുന്നതാണ് എനിക്കൊരു കാര്യം എന്നുണ്ടായിരുന്നു, എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ. അതിനാണ് നാം വുഡ് ലൈക്ക് ടു ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുന്നത്. വുഡ് ലൈക്ക് ടു ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഞങ്ങൾക്കൊരു കാർ വാങ്ങണമെന്നുണ്ടായിരുന്നു. വി വുഡ് ലൈക്ക് ടു ഹാവ് ബോട്ട് എ കാർ. വാങ്ങണം എന്നുള്ളതിന് ബൈ ആണല്ലോ, ബൈയുടെ തേർഡ് ഫോമാണ് ബോട്ട്. അപ്പം വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് പറയുമ്പോൾ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്ന എന്നാണെങ്കിലോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. കണ്ടോ, വുഡ് ലൈക്ക് ടു ഹാവ് സ്റ്റഡീഡ്. എന്നാൽ അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഷീ വുഡ് ലൈക്ക് ടു ഹാവ് സെറ്റ് ബട്ട് ഷീ കുഡ് നോട്ട് സേ. അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് പറയാൻ പറ്റിയില്ല. കണ്ടോ, അപ്പോൾ അവൾക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു എന്നാണെങ്കിലോ ഷീ വുഡ് ലൈക്ക് ടു ഹാവ് സ്റ്റഡീഡ് ബട്ട് ഷീ ഡിഡിൻറ്റ് സ്റ്റഡി. അവൾ പഠിച്ചില്ല. കണ്ടോ, ഞങ്ങൾക്ക് ആ സിനിമ കാണണമെന്നുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഇപ്പോൾ വുഡ് ലൈക്ക് ടു ഹാവ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഞങ്ങളെന്നുള്ളതിന് വി വുഡ് ലൈക്ക് ടു ഹാവ് സീൻ, സീ ആണല്ലോ കാണണം എന്ന്, സീൻ ദാറ്റ് ഫിലിം. ഓക്കെ, എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഹെൽപ്ഡ് ഹിം. അവനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം എപ്പോഴും അത് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദെയർ. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദെയർ ബട്ട് ഐ കുഡ് നോട്ട്. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി മനസ്സിലാക്കി അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നാം ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നെങ്ങനെ പറയാൻ നോക്കാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് അത് ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയാറില്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാണ് ഷുഡ് ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഷുഡ് ഹാവ് ഹാഡ് അതെങ്ങനെയാണെന്ന് നോക്കാം. വി ഷുഡ് ഹാവ് ഹാഡ് എ കാർ. നമുക്ക് ഒരു കാർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അവിടെ പോകണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. വി ഷുഡ് ഹാവ് ഹാഡ് എ കാർ. അപ്പോൾ നിനക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്താണ്? യു ഷുഡ് ഹാവ് ഹാഡ് എ മൊബൈൽ ഫോൺ. യു ഷുഡ് ഹാവ് ഹാഡ് എ മൊബൈൽ ഫോൺ. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്താണ്? വി ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി. കണ്ടോ, വി ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. കണ്ടോ, എന്നാൽ ഇപ്പം നമ്മളിപ്പം പഠിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം വുഡ് ലൈക്ക് ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വുഡ് ലൈക്ക് ടു ഹാവ്, എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദെയർ, എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു. കണ്ടോ, എന്നാൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, എനിക്ക് ആ പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ആണെങ്കിൽ ഐ ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി. കണ്ടോ, ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം. സോ കണ്ടിന്യൂ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.